വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ മാസത്തെ നമ്മുടെ രാത്രി പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. 2026 ജനുവരി മാസം നമ്മൾ 18-ാം തീയതി പ്രാർത്ഥനയ്ക്കായി കൂടി വന്നു 10 മണിക്ക്. അപ്പോൾ ഇന്ന് 19-ാം തീയതിയിലേക്ക് നാം പ്രവേശിച്ചു. നമ്മുടെ മൊഴി രാത്രി പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യമുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട മറുപടികൾ തന്നതിനായി ദൈവത്തിന് കോടാനുകോടി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഈ പ്രഥമ മാസത്തിൻ്റെ ഉപവാസ പ്രാർത്ഥനയുടെ ആത്മീയ ചിന്തയ്ക്കായി 46-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ച് ചില ചിന്തകൾ ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒരു നദി ഉണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. പ്രവചനാത്മാവിൽ കോരഗ്പുത്രന്മാർ രചിച്ച സങ്കീർത്തനങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോരഗിൻ്റെ പുത്രന്മാർ രചിച്ച സങ്കീർത്തനങ്ങൾ 44 മുതലുള്ള സങ്കീർത്തനങ്ങൾ അത് പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തുയേശുവിനെ അധികരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. 45-ാം സങ്കീർത്തനം നമുക്കറിയാം, അത് കുഞ്ഞാടിൻ്റെ മണവാട്ടിയെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്ന. 46-ാം സങ്കീർത്തനം യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന കർത്താവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. 47-ാം സങ്കീർത്തനം സർവഭൂമിക്ക് രാജാവാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ മശീകിയ സങ്കീർത്തനമാണ് കോരപുത്രന്മാർ രചിച്ചിരിക്കുന്നത്. അതിലൊരു സങ്കീർത്തന ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ നിവാസത്തെ സന്തോഷിപ്പിക്കുന്ന നദി ഏതാണ്, അതിൻ്റെ തോടുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത്. ഏതാണ് ആ നദി, അതിൻ്റെ തോടുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണെങ്കിലും ഇന്ന് രാത്രിയിൽ ഒന്നെടുത്ത് ചിന്തിക്കുന്നത് നമ്മുടെ സന്തോഷത്തിന് കാരണമായി തീരുമല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഇത് വാസ്തവത്തിൽ നിഴലായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണിത്. പൂർത്തീകരിക്കപ്പെടേണ്ടത് പൊരുളായിട്ട് പുതിയ നിയമത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു നദി എന്ന് പറയുമ്പോൾ അത് ഏതാണെന്നുള്ളത് 36-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ നദി ഏതാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 36-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവിടെ രേഖപ്പെടുത്തി, നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു, നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. തുറന്നു പറയുകയാണ്, നിന്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടല്ലോ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. നിന്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടല്ലോ. അപ്പോൾ അതിനെ പത്രോസ് പ്രകാരം പറഞ്ഞു, നിന്റെ പക്കൽ ജീവൻ്റെ മൊഴികളുണ്ടല്ലോ. അപ്പോൾ ജീവൻ്റെ ഉറവ് എന്ന് പറയുമ്പോൾ ജീവവചനമാണ്, ജീവൻ്റെ മൊഴികളാണെന്നുള്ളത് പുതിയ നിയമത്തിൽ അത് പത്രോസ് ഈ ഭാഗത്തെ എടുത്ത് ഉദ്ധരിക്കുവാൻ ഇടയാക്കുന്നു. അപ്പോൾ നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കും, നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദയ എത്ര വിലയേറിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുടിക്കുന്നത് ജീവൻ്റെ ഉറവിയായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലെ പുഷ്ടിയും ദൈവാത്മാവാകുന്ന ആനന്ദ നദി നിന്നാണ് നാം കുടിക്കുന്നത്. ദൈവത്തിൽ പറഞ്ഞിട്ടുണ്ട്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്ന സ്വസ്ഥയുള്ള രീതികൾ നടത്തുന്നൊക്കെ പറഞ്ഞിട്ട് ഈ വെള്ളം കുടിപ്പിക്കുന്ന ഒരു ഇടയനെക്കുറിച്ച് 23-ാം സങ്കീർത്തനം നമുക്കറിയാം. അതുകൊണ്ട് അവനെന്നെ ഉള്ള ധൈര്യത്തേക്ക് എന്നെ നടത്തുന്നു, അസ്വസ്ഥതയുള്ള ധൈര്യത്തേക്ക് എന്നെ നടത്തുന്നു. അപ്പോൾ അങ്ങനെ നടത്തി പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വഴികൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് സങ്കീർത്തനങ്ങൾ ഒരുപാട് ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ആനന്ദ നദി നിന്ന് കുടിക്കത്തക്കവണ്ണമുള്ള പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി പുതിയ നിയമത്തിൽ അത് അനുഭവിക്കുന്നവരാണ് ദൈവമക്കളായിട്ടുള്ളത്. അതിന് കാരണം എന്ന് ചോദിച്ചാൽ, പുതിയ നിയമം നമ്മളിന്ന് അനുഭവിക്കുന്നവരാണ്, അതിൻ്റെ അവകാശികളാണ്.
നാം അത് അനുഭവിച്ച ദിവസങ്ങളിൽ ആനന്ദിക്കുന്നവരാണ്. കാരണം രക്ഷയുടെ സന്തോഷം നമുക്ക് പകരപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണമായി തീർന്നത് 45-ാം സങ്കീർത്തനമാണ്. 45-ാം സങ്കീർത്തനത്തിൽ 7-ാം വാക്യം പറയുന്നു, നീ നീതിയെ ഇഷ്ടപ്പെട്ടു, ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത അഭിഷേകം അത് അവൻ്റെ മേൽ നിന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വെളുമ്പിലൂടെ അവൻ്റെ സഭയിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ക്രിസ്തുവിൽ പകർന്ന ആ മഹാപുരോഹിതനായിരിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്ന ക്രിസ്തുവിൽ പകർന്നിരിക്കുന്ന ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകമാണ് ഒരു നദിയായി ദൈവസഭയിലൂടെ വ്യാപരിക്കുന്നത്. കഴിഞ്ഞ 2000 വർഷം മുമ്പ് ഈ നദി അത് ഈ ലോകത്തിലേക്ക് പ്രത്യക്ഷപ്പെടുവാടെ തന്നു. അപ്പം ദൈവത്തിൻ്റെ ആനന്ദ നദി. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. സന്തോഷിപ്പിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാക്കൾ, ലോകത്തിൻ്റെ സകല കാര്യങ്ങളും ദുഃഖിപ്പിക്കുന്നതാണ്, വിഷമിപ്പിക്കുന്നതാണ്. നിങ്ങൾ ഏത് ഭാഗമെടുത്ത് നോക്കിയാലും അതിലെല്ലാം ദുഃഖം അടങ്ങിയിരിപ്പുണ്ട്, പാപം അടങ്ങിയിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മെ ആനന്ദിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ഒരു നദിയുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവാകുന്ന നദിയാണ്. കഴിഞ്ഞ 2000 വർഷമായി ഈ നദി ഈ ലോകത്തിൽ, ഭൂമിയിൽ, യെരൂശലേമാകുന്ന ഭൂമിയുടെ മധ്യഭാഗത്ത് ഈ നദി ദൈവം അതിനെ ആ നദിയായി പൊട്ടിപ്പുറപ്പെടുവാൻ ഇടയാത്തീർന്നു. അത് 7 തോടുകളായി യെരൂശലേം എന്ന നഗരത്തെ അവിടെ മാത്രമല്ല അവിടുന്ന് പൊട്ടിപ്പുറപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് ഒഴുകുവാൻ ഇടയാത്തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തോടുകൾ വിശുദ്ധ നിവാസത്തെ, പഴയ നിയമത്തിൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ നിവാസം കൂടാരങ്ങളായിരുന്നു. സമാഗമന കൂടാരവും യെരൂശലേം ദേവാലയവുമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞു, നമ്മെ അവരുടെ നിവാസമാക്കി തീർക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാക്കി തീർക്കുന്ന, ദൈവത്തിൻ്റെ കല്ലുകളാകുന്ന നമ്മെ അവൻ്റെ നിവാസമാക്കി തീർത്തിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ദൈവത്തിൻ്റെ നിവാസങ്ങളാക്കി പുതിയ നിയമത്തിൽ ആക്കിയിരിക്കുന്നത് ഏതെങ്കിലും നിർജ്ജീവമായിരിക്കുന്ന കല്ലുകൾ കൊണ്ട് പണിതുയർത്തുന്ന ഒരു കെട്ടിടമോ അല്ലെങ്കിൽ മറ്റുള്ള പലകളൊക്കെ നിരത്തിക്കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സമാഗമന കൂടാരത്തിലോ അല്ല. പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ തേജസ്സാകുന്ന ആത്മാവ്, സന്തോഷിപ്പിക്കുന്ന ആത്മാവ് വ്യാപരിക്കുന്നത് അത് ദുഃഖിതരായിരുന്ന, ഒരു ഗതിയും ഗുണവുമില്ലാതെ മരണത്തിനായി വിധിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ, മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ അവൻ്റെ വേദന മാറ്റി അവനെ സന്തോഷിപ്പിക്കുന്ന സന്തോഷത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്ന ദൈവസ്നേഹത്തിന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മേലാണ് ഈ നദി ചുറ്റി നമ്മെ സന്തോഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തോട്ടം എപ്പോഴും നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെ ദൈവത്തിൻ്റെ തോട്ടമാകുന്ന സഭയെ എപ്പോഴും നനച്ചുകൊണ്ട് നിൽക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി. അപ്പോൾ ഈ നദി എന്നുള്ളത് ആത്മീയ അനുഗ്രഹത്തിൻ്റെ, ആനന്ദത്തിൻ്റെ നദിയാണ്. ക്രിസ്തുവിലുള്ള ആനന്ദം ജയോത്സവമാണ്. ഒരുവൻ കർത്താവിൽ വരുമ്പോൾ അവൻ്റെ മേൽ പകർന്നിരിക്കുന്നത് ആനന്ദതൈലം കൊണ്ടാണ്. പ്രാർത്ഥിച്ചോളണം, തലമുറയുടെ മേൽ ആനന്ദതൈലം കൊണ്ടുള്ള അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ ആനന്ദം തേടാൻ വേണ്ടി, സന്തോഷം തേടാൻ വേണ്ടി ലോകം പല മാർഗങ്ങൾ അതിൻ്റെതായ രീതിയിൽ അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നാം ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. രാത്രിയിലെ പ്രാർത്ഥനയിൽ നാം ശക്തമായി പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങ് പറഞ്ഞിരിക്കുന്ന ആനന്ദ നദിയിലെ അഭിഷേകം കൊണ്ട്, ആനന്ദ തൈലം കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും അഭിഷേകം ചെയ്യണം. ദിവസങ്ങളിൽ ലോകത്തിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടി പോകുന്നവരായിട്ടല്ല, ക്രിസ്തുയേശുവിലുള്ള അവനിൽ പകർന്ന ആ ആനന്ദ നദിയിലെ ആ തൈലത്തിൻ്റെ ശക്തിയുടെ അഭിഷേകം ഞങ്ങളിലൂടെ ഞങ്ങളുടെ തലമുറകളുടെ മേൽ ദേശത്ത് പകരപ്പെടാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ ദൈവമക്കൾ സന്തോഷമൊടുക്കാൻ കാരണം നമുക്ക് ഏത് വിഷയം വന്നാലും ദുഃഖമുണ്ട്, കണ്ണുനീരുണ്ട്, കരച്ചിലുണ്ടെങ്കിലും അതിനപ്പുറമായി നമ്മുടെ അകത്തെപ്പോഴും ഒരു രക്ഷയുടെ സന്തോഷമുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നിരിക്കുന്ന സന്തോഷം ആർക്കും എടുക്കാൻ കഴിയത്തില്ല, ഞാൻ തന്നിരിക്കുന്ന സമാധാനം, സന്തോഷം ആർക്കും എടുത്തു കളയാൻ കഴിയത്തില്ല. കാരണം ദൈവം തന്നതിനെ എടുത്തു മാറ്റാൻ ആർക്ക് കഴിയും? ദൈവം നമ്മളിൽ തന്നിരിക്കുന്നതിനെ തൊടുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവം മുദ്ര വെച്ചാൽ
അതിനെ തൊടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്നു രാത്രിയിൽ ആത്മാവിന്റെ മുദ്രയേറ്റിരിക്കുന്ന ദൈവജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുക. ദൈവം അറിയാതെ തലയെന്ന് ഒരു മുടി പോലും താഴെ വീഴുകയില്ല. ദൈവത്തിൻ്റെതെന്ന് പറഞ്ഞുകൊണ്ട് മുദ്രയിട്ടിരിക്കുന്ന ദൈവജനത്തിനായി ഇന്ന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ സാത്താൻ ഏതെല്ലാം മുദ്ര വെച്ചാൽ ആ മുദ്രയെല്ലാം തുറക്കുന്ന ദൈവത്തിന്റെ വലിയ ശക്തിയും വ്യാപരിക്കുന്നുണ്ട്. അവൻ മുദ്ര വെച്ചാൽ അവന്റെ സ്വന്തമായിട്ട് അവിടെ ഇരിക്കുകയില്ല. എന്നെയും നിങ്ങളെ സാത്താൻ മുദ്ര വെച്ചതായിരുന്നു. ലോകത്തിൻ്റെതാന്ന് പറഞ്ഞുകൊണ്ട്, അവൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട്, അവന്റെ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വെച്ചതായിരുന്നു. എന്നാൽ അവന്റെ കയ്യിൽ നിന്ന് വചനമാകുന്ന ദൈവത്തിന്റെ വചനം കൊണ്ട് നമ്മെ വിളിച്ച് വേർതിരിച്ച് മാറ്റിയെടുത്ത് ദൈവത്തിന്റെ മുദ്രയാകുന്ന അഭിഷേകം കൊണ്ട് നമ്മളെ മുദ്ര വെച്ച് മാറ്റി നമ്മളെ സന്തോഷമുള്ളവരാക്കി മാറ്റിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പണ്ട് കാലങ്ങൾ മുതൽ എല്ലാവർക്കും അറിയാം ഇവരുടെ പ്രത്യേകതയുള്ളവരാ. ഇവർ കൂടി വന്നാൽ പാട്ടുപാടി ആരാധിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും, അല്ലേ? പണ്ട് മുതലേ നമ്മളെ കളിയാക്കുന്ന പാട്ടുകളൊക്കെ ഞാനത് പാടുന്നില്ല. പലരും പാടിക്കൊണ്ടിരുന്നു. അന്നും കളിയാക്കുമായിരുന്നു, അന്നും പരിഹസിക്കുമായിരുന്നു. കപ്പയൊക്കെ മൂക്കുമ്പോഴുള്ള മീറ്റിംഗ് ആണെന്ന് പറയുമായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. പണ്ടത്തെ കപ്പ മൂക്കുന്ന കപ്പ പറിച്ചുള്ള സ്ഥലത്തുള്ള മീറ്റിംഗ് ഒക്കെ മാറി. ഇപ്പോൾ എയർ കണ്ടീഷൻ തിയേറ്ററുകളിലെ എയർ കണ്ടീഷൻ ഹാളുകളിലേക്കൊക്കെ നമ്മുടെ മീറ്റിങ്ങുകൾ മാറി. നമുക്ക് വലിയ മാറ്റം വന്നു. പക്ഷെ അന്നുണ്ടായിരുന്ന സന്തോഷം ഇന്നില്ല എന്നുള്ളതാണ് വാസ്തവം. വളരെ ദുഃഖത്തോടെ പറയട്ടെ, പണ്ടുണ്ടായിരുന്ന കൺവെൻഷനുകളും മീറ്റിങ്ങുകളും ഒക്കെ ഉണ്ടായിരുന്ന സന്തോഷം വളരെ വലുതായിരുന്നു. നമ്മൾ കപ്പക്കാലകളിലൊക്കെ ആയിരുന്നു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. മഴ പെയ്യാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ആധുനികതയുടെ പച്ചപ്പ് വന്നു കഴിഞ്ഞപ്പോൾ മാറ്റങ്ങൾ ആവശ്യമാണ്. നല്ലതാണ്, ഞാൻ പറയുന്നില്ല. ഒരിക്കലും പണ്ടത്തെ പോലുള്ള ഓലക്കീറിട്ട കൺവെൻഷൻ നടത്തണമെന്ന് ഞാൻ പറയത്തില്ല. നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യാം. പക്ഷേ സന്തോഷം എവിടെ പോയി? സന്തോഷം പോയി പോകരുത്. രക്ഷയുടെ സന്തോഷം പോയി പോകരുത്. അത് നാം കാത്തു സൂക്ഷിക്കണം. നമുക്ക് അഡ്വാൻസ്മെൻ്റ് ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവിധമായിരിക്കുന്ന ആധുനിക സജ്ജീകരണങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതെല്ലാം വേണ്ടതാണ്. ദൈവത്തിൻ്റെ പറഞ്ഞ കർത്താവെ, പണ്ട് മഴമേഘങ്ങളെ നോക്കി പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവെ, ഞങ്ങൾ കൺവെൻഷൻ കഴിയുന്നവർ മഴ പെയ്യുന്ന പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നമുക്കങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ ദൈവം കുറച്ചതാണ്. എന്നാൽ നമുക്ക് മീറ്റിങ്ങുകളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും പണ്ടുണ്ടായിരുന്ന സന്തോഷമില്ലെങ്കിൽ എവിടെയോ അഭിഷേകത്തിന് കുറവ് സംഭവിച്ചു എന്നുള്ളത് ഗ്രഹിച്ചെടുക്കാൻ ദൈവാത്മാവെന്ന് നമ്മെ ഓർപ്പിക്കുക. നമുക്ക് ദിവസങ്ങളിൽ നമ്മുടെ കൂടിയുള്ള രാത്രി നമ്മൾ പ്രാർത്ഥിച്ച് നാളെ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ നിരാശപ്പെട്ടാൽ പോയെങ്കിൽ നമ്മൾ രാത്രി എന്ന് പറയുക. എന്നാൽ നാം ശക്തി പ്രാപിച്ച് ബലം പ്രാപിച്ച് ഒരു പ്രത്യേക ഊർജ്ജമൊക്കെ ഉണ്ടായിട്ട് എഴുന്നേറ്റ് പോകുന്നെങ്കിൽ നമുക്ക് തന്നെ ഒരു സന്തോഷമുണ്ട്. ഞാൻ ചിലത് പ്രാപിച്ചു, എൻ്റെ ഉള്ളിൽ ചിലത് തന്നു, എനിക്കൊരു ബലം കിട്ടി എന്നുള്ള സന്തോഷത്തോടെ പോകുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ആനന്ദവും സന്തോഷവും സമാധാനമുണ്ടെന്ന് പറയുന്നത്. നിരാശയോടെ വരുന്നവൻ നിരാശയോടെ പോകുവാൻ ദൈവം സമ്മതിക്കുന്നില്ല. അവൻ്റെ നിരാശയെ മാറ്റുവാൻ, അവൻ്റെ വിഷയത്തിൻ്റെ പരിഹാരമുണ്ടാക്കുവാൻ വേണ്ടിയ ദൈവസന്നിധിയിൽ സന്തോഷമുള്ളത്, അവൻ്റെ സന്തോഷ പരിപൂർണത അവൻ്റെ സന്നിധിയിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് തരാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വചനം വായിക്കുവാൻ. കർത്താവിൽ നിന്നാണ് നാം സന്തോഷിക്കുന്നത്. ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി ആ നദി ഒഴുകുന്നുണ്ട്. പരിശുദ്ധാത്മാവാകാൻ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ നദി ഒഴുകുന്നത് ഈ ലോകത്തിൻ്റെ മരണത്തിൻ്റെ ശക്തികൾക്ക് ഇഷ്ടമല്ല. അതാരിലേക്കും എത്തിച്ചേരാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രിയിലും പറയണം, ഈ നദി ആർക്കും തടയാൻ കഴിയത്തില്ല. കാലാകാലങ്ങളിലായി നമ്മളിലേക്ക് ഒഴുകി വന്ന ഈ ആനന്ദ നദി ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വീക്ഷിക്കണം. അതേ, നമ്മുടെ മറ്റുള്ള കുടുംബങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക്, ദേശങ്ങളിലേക്ക്, സ്ഥലങ്ങളിലേക്ക് ഈ ആത്മാവിൻ്റെ നദി ഒഴുകി ചെല്ലുന്നത് ദർശനത്തിൽ കണ്ട് പ്രാർത്ഥിക്കണമെന്ന് ആത്മാവ് ഓർപ്പിക്കുക. ഇന്ന് രാത്രിയിൽ നാം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ലോകപ്രകാരം ഒരുപാട് സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു ശൂന്യതയുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരുപാട് ലോകപരമായ പ്രശ്നങ്ങൾ ദൈവങ്ങൾക്കുണ്ടെങ്കിലും നമ്മുടെ അകത്തൊരു തികവുണ്ട്, നമ്മുടെ അകത്തൊരു തൃപ്തിയുണ്ട്. അത് മറ്റാർക്കും അറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷമാണ്. ഞാൻ പറഞ്ഞല്ലോ, വ്യത്യസ്തത മനസ്സിലാക്കണം. ലോകത്തിന് ഒരുപാട് കാര്യങ്ങൾ അവിടെ പുറമേയുള്ളത് പലതും അവർക്ക് സമൃദ്ധിയുണ്ടെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഉള്ളിൽ
വലിയൊരു ശൂന്യത വ്യാപരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി ജീവിതം എന്നറിയാതെ തപ്പിത്തടയുമ്പോൾ ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്കറിയാം, നമ്മുടെ ഉള്ളിൽ ശൂന്യതയല്ല, ഒരു തികവുണ്ട്. അവൻ്റെ ആലയത്തിലെ പുഷ്ടിയായിരിക്കുന്ന വചനം കൊണ്ട് നമ്മളെ നിറച്ചിട്ടുണ്ട്. അവൻ്റെ ആത്മാവ് നമ്മളിമേൽ പകർന്ന് നമ്മളിമേൽ അത് ഒഴുകുന്നുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദനദിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളിമേൽ പകർന്നിരിക്കുക. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ ഏത് വിഷയം വന്നാലും കുലുങ്ങിപ്പോകാതിരിക്കുന്നതിൻ്റെ കാരണം ഇത് നമ്മളെ ആനന്ദിപ്പിക്കും. എത്ര വലിയ വിഷയം വന്നാലും ദൈവത്തിൻ്റെ ആത്മാവ് പറയും, സാരമില്ല, ഈ വിഷയങ്ങളെല്ലാം കെട്ടടങ്ങാനുള്ളതേ ഉള്ളൂ, പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയമില്ല, ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയമില്ല എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ അത് ആത്മാവ് നമ്മൾ ഉദ്ബോധിപ്പിക്കുമ്പോൾ, നമ്മൾ ഉണർത്തുമ്പോൾ നമ്മുടെ ഭാരമെല്ലാം മാറും. ഇന്ന് രാത്രി ഏതാണോ ഭാരമുള്ളത് അതിനെ ഇന്ന് രാത്രി ദൈവാത്മാവിൽ പറഞ്ഞാട്ട് അതിനെ ദൈവം ആനന്ദമാക്കാൻ പോവുകയാണ്. നമ്മുടെ ദുഃഖത്തെ ദൈവം സന്തോഷമാക്കി മാറ്റാൻ പോവുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ദുഃഖത്തെ മാറ്റി സന്തോഷമാക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ട്. ഈ നദി ഉണ്ട്. അതിന് തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഈ നദി നമ്മളിലാണ് സന്തോഷം. പക്ഷെ ഈ നദി എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ എല്ലാവർക്കും എഗസ്കേൽ 47 അധ്യായത്തിലേക്ക് പോകും അല്ലേ? പക്ഷെ ഞാൻ അതിലേക്ക് പോകത്തില്ല. 47 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ നദിയെക്കുറിച്ച് തെറ്റായ സ്ഥലത്ത് അത് വ്യാഖ്യാനിക്കാൻ എന്നെ കൊണ്ട് ആവത്തില്ല. പക്ഷെ സാധാരണ എല്ലാവരും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന നദി എന്ന് പറയുമ്പോൾ തന്നെ അന്നേരം 47 അധ്യായത്തിലേക്ക് പോകും. എഗസ്കേൽ 47 അധ്യായത്തിലേക്ക് പോയി അവിടുത്തെ ഒരു ഭാഗം എടുത്ത് ഉദ്ധരിക്കും. പക്ഷെ അതിൻ്റെ പശ്ചാത്തലം ഏതാണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണത് പരിശുദ്ധാത്മാഭിഷേകമാണെന്ന് പറഞ്ഞ് തെറ്റായി ചിന്തിക്കുന്നത്. ഞാനത് തെറ്റാണെന്നല്ല പറയുന്നത്, അത് ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ട ഭാഗമാണ്. ഇത് ഇങ്ങനെ വന്നതുകൊണ്ടെന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നദി എന്ന് പറയുമ്പോൾ തന്നെ ഉടൻ തന്നെ നമുക്ക് 47 അധ്യായത്തിലേക്ക് പോവുകയുള്ളൂ. ആലയത്തിൽ നിന്ന് പുറപ്പെടുന്ന അത് അളക്കുമ്പോൾ 1000 മുഴം അളന്നു, മുട്ടോളമായി, അരയോളമായി, നീന്തിയാൽ തുടിക്കാൻ കഴിയാത്ത ഒരു നദിയായി ഒഴുകി യെരൂശലേം ദേവാലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് പുറപ്പെടുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താൻ രണ്ടാമത്തെ വരവെങ്കിൽ അത് അക്ഷരികമായി സംഭവിക്കേണ്ട നദി ഒഴുകേണ്ടതാണ്. അതന്ന് ഒഴുകേണ്ടതാണ്. എന്തിനാ നദി ഒഴുകുന്നറിയാമോ? അപ്പോൾ നമുക്കറിയാം, ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്ന് സകലവും ജീവിക്കും. 47:9. അത് പരിശുദ്ധമാവല്ല. നിങ്ങൾ വിചാരിക്കും രാത്രി എത്രയും കഷ്ടപ്പെട്ടിരുന്ന് കേൾക്കുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കാൻ നേരെ തിരിച്ചു വെക്കാനാണ്. അല്ല പ്രിയപ്പെട്ടവർ, ഇത് പരിശുദ്ധാത്മാവിൻ്റെ കുറിച്ചെന്ന് പറഞ്ഞാൽ നമ്മളിൽ പറഞ്ഞിരിക്കുന്ന അഭിഷേകത്തെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ എഗസ്കേൽ പ്രവചനം എന്നുള്ളത് കർത്താൻ രണ്ടാമത്തെ വരവിനുള്ള ബന്ധത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് എഗസ്കേൽ പ്രവചനം. ഓരോ പ്രവചനത്തിനും അതിൻ്റെതായിട്ടുള്ള പശ്ചാത്തലമുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കർത്താൻ ഒന്നാമത്തെ വരവിനെ കുറിച്ചുള്ള പശ്ചാത്തലമാണ് അതിൽ കൂടുതലായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 47 അധ്യായം എഗസ്കേൽ പ്രവചനം പറഞ്ഞിരിക്കുന്നത് അത് ഈ ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കുമെന്ന് പറയുന്നത് ഇങ്ങനെ ചലിക്കാതെ അത് ശരിക്കും മത്സ്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ആ നദിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് എൻഗേദി മുതൽ എന്നെക്രീം വരെ മീൻ പിടിക്കാർ നിന്ന് വല വീശുന്നത്. ഈ നദി ഒഴുകി വരുന്നതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് തുടങ്ങി, അത് എവിടേക്കാണ് പോകുന്നെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് കിഴക്കോട്ട് ഒഴുകി തെക്കോട്ട്, അത് കിഴക്കോട്ട് പുറപ്പെടുന്ന ഞാൻ കണ്ടു. ആലയത്തിന് പോകും കിഴക്കോട്ടല്ലോ ആ വെള്ളം ആലയത്തിൻ്റെ വലത്ത് ഭാഗത്ത് കിഴന്ന് യാഗപ്പെടുന്ന തെക്ക് ഭാഗമായി ഒഴുകി. അങ്ങനെ ഇത് വന്നിട്ട് ഇത് അവൻ പിന്നെ 1000 മുഴം അളന്ന് മാറി വെള്ളക്കടക്കുമാറാക്കി വെള്ളം മുട്ടോളമായി അവൻ പിന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് അറിയാവുന്ന പാട്ടാണ്. പക്ഷെ അതിൻ്റെ ആ പശ്ചാത്തലം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ടച്ച് ചെയ്ത് പോകാൻ വേണ്ടി മാത്രമാണ് ഈ ഭാഗം എടുത്തത്. ഇത് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കും 16 അധ്യായം 3 വായിക്കുമ്പോൾ ഒരു ഭാഗം അവിടെ രേഖപ്പെടുത്തി ഇങ്ങനെ രണ്ടാമത്തവൻ തൻ്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു, അപ്പോൾ അത് മരിച്ചവൻ്റെ രക്തം പോലെ ആയിത്തീർന്നു, സമുദ്രത്തിലെ ജീവജന്തുവൊക്കെയും ചത്തുപോയി. അപ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പായി കലശങ്ങൾ, അതുപോലെ കാകളം, മുദ്ര, കാകളം, കലശം ഇതെല്ലാം ഒഴിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നീരുറവുകളൊക്കെ രക്തതുല്യമായി തീരുന്നു. എന്നാൽ 16 അധ്യായത്തിലെ രണ്ടാമത്തെ കലശം ഒഴിക്കുന്ന സമയത്ത് സമുദ്രത്തിൽ ഒഴിച്ചു, അപ്പോൾ അത് മരിച്ചവൻ്റെ രക്തം പോലെ ആയിത്തീർന്നു, സമുദ്രത്തിലെ ജീവജന്തുവൊക്കെ ചത്തുപോയി. അപ്പോൾ ഈ ചത്തുപോയി കഴിഞ്ഞാൽ ഇതെല്ലാം സമുദ്രത്തിലുള്ള സകല ജീവജന്തുക്കളും ചത്തുപോകും.
മീനെല്ലാം പോകും, എല്ലാം തീർന്നു പോകും. അപ്പോൾ ഇതിനെ വീണ്ടും ജീവിപ്പിക്കുവാൻ വേണ്ടി ഈ ദൈവത്തിൻ്റെ ക്രോധം മാറിക്കഴിയുമ്പോൾ, കർത്താവ് രണ്ടാമത് വന്നു കഴിയുമ്പോൾ, ഇങ്ങനെ ചത്തുകിടക്കുന്ന ജീവനില്ലാത്ത നിർജീവമായിരിക്കുന്ന ഒരു ഭൂമിയല്ല ഭരിക്കാൻ കർത്താവ് വരുന്നത്. ദൈവം അതിനെ മാറ്റും, അതിൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തും. പറഞ്ഞല്ലോ, ദൈവം അനുവദിച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെ സജീവമാക്കാൻ വേണ്ടിയാണ് ഈ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നൊരു വെള്ളം പുറപ്പെട്ടിട്ട് അത് അരാബ വഴി ഒഴുകി ഗലീല കിഴക്കോടി ഒഴുകി അരാബയിലൂടെ കടന്ന് അത് കടലിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഈ നദി ചെന്ന് കടലിൽ വീണിട്ട് അതിലെ വെള്ളം പത്തിമാറ്റിത്തീരും. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്ത് ചലിക്കുന്ന സകല പ്രാണികൾ ജീവിച്ചിരിക്കും. അപ്പോൾ ഒരു ജീവൻ പോലും ഇല്ലാതിരിക്കുന്ന ചില സൂക്ഷ്മമായ ചില അണുക്കൾ മാത്രം നിലനിൽക്കുന്ന ആ സ്ഥലത്തേക്ക് ഈ ജീവന്റെ വെള്ളം അഥവാ ആലയത്തിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ഒഴുകിച്ചെല്ലുമ്പോൾ അത് കടലിലേക്ക് ചെന്ന് കഴിയുമ്പോൾ വെള്ളം ചെന്ന് ചേരുന്നതനുസരിച്ച് അഥവാ ഈ നടക്കാൻ കഴിയാത്ത വിധത്തിൽ വലിയൊരു വെള്ളത്തിന് പ്രവാഹമായ ഒരു നദിയായി ഒഴുകി ഇത് ഈ കടലിലേക്ക് ചെന്ന് ചേരുമ്പോൾ ഈ വെള്ളം ചെന്ന് ചേരുന്ന സ്ഥലത്തൊക്കെയുമുള്ള സൂക്ഷ്മ പ്രാണികളായിട്ടുള്ള ചത്തുപോകാതിരിക്കുന്നതിനെ ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന സമുദ്രത്തിലെ സകല സൃഷ്ടികളുടെ സൂക്ഷ്മാണുക്കൾ അവിടെ കാണും. അത് വീണ്ടും ജീവൻ പ്രാപിച്ച് അത് വീണ്ടും സമ്പുഷ്ടമായി തീരുന്നതിനെ കുറിച്ചാണ് ഇവിടെ യെഹെസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം അതിൻ്റെ അർത്ഥത്തിലാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് അവിടെ എൻഗതി മുതൽ എഗ്ലീം വരെ മീൻ പിടിക്കാൻ നിന്ന് വല വീശും, അതിലെ മത്സ്യം ആകാശമന്ത്രത്തിലെ മത്സ്യം പോലെ വിവിധ ജാതിയായ അസംഖ്യമായിരിക്കും. ഇതാണ് എൻ്റെ വാസ്തവം. അല്ലാതെ പരിസ്ഥാനാവശ്യം വന്നു കഴിയുമ്പം നദി പോയി മീൻ പിടിച്ചാൽ എഗ്ലീം മുതൽ എഗ്ലീം വരെയുള്ള സ്ഥലത്ത് മീനുണ്ടെന്ന് അവിടെ മീൻ പിടിക്കാൻ പോയാൽ കിട്ടത്തില്ല. ഇതൊരു സംഭവം ഉണ്ടാകാൻ പോകുന്നതാണ്. അതിൻ്റെ പശ്ചാത്തലമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാ ഭാഗവും എല്ലാം എടുത്ത് ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രസംഗിച്ചു പോകും. പക്ഷേ ആ പ്രസംഗത്തിൻ്റെ സന്ദർഭം കൂടി മനസ്സിലാകണം. ഇതുകൊണ്ട് ഈ മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ല കടക്കാൻ കഴിയാത്ത അവസ്ഥ എന്ന് പറഞ്ഞ് പാടുന്നത് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവസഭയ്ക്ക് പറഞ്ഞിരിക്കുന്ന അഭിഷേകമല്ലത്. അത് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ അർത്ഥമായിട്ടുള്ള വ്യാഖ്യാനം ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് സംഭവിക്കേണ്ടത് കർത്താവ് രണ്ടാമത്തെ വരവിനുള്ള ബന്ധത്തിൽ അന്ന് മുഴുവൻ സമുദ്രത്തിലെ സകല വിഭവങ്ങളും എല്ലാം ചത്തു കിടക്കുമ്പോൾ, ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ, മുഴുവൻ ചത്തുപോയെന്ന് പറഞ്ഞാൽ അതിനെ പിന്നെ ജീവിപ്പിക്കാൻ വേണ്ടി ഈ നദി ചെന്ന് ചേരണം. അതിനു വേണ്ടിയാണ് ഒഴുകുന്നത്. എന്നാൽ അതല്ല ഈ ആനന്ദ നദിയായിട്ട് പരിശുദ്ധാത്മാവിനുള്ള ബന്ധത്തിൽ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. രണ്ട് വ്യത്യസ്തതയുള്ളതാണ്. ഞാൻ പറഞ്ഞാൽ എല്ലാം നദിയെന്ന് കണ്ടുകൊണ്ട് എല്ലാം ഒരുമിച്ച് വെച്ച് പഠിക്കരുത്. ഇതിനെല്ലാം വ്യത്യസ്തമായ ആത്മീയ വ്യാഖ്യാനങ്ങളുണ്ട്, അതിൻ്റെ കാരണങ്ങളുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്ന യെഹെസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന നദി അത് അക്ഷരികമായിട്ട് ഒഴുകേണ്ട നദിയാണ്. അത് ജീവൻ കൊടുക്കുന്ന നദിയാണ്. ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് ഒഴുകുന്ന നദി അത് ജീവിപ്പിക്കുന്നതാണ്. നല്ലത് ആനന്ദ നദിയല്ല. അതൊരിക്കലും പോയി സമുദ്രത്തിലുള്ള മത്സ്യങ്ങളെ ആനന്ദിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ജീവൻ കൊടുത്താൽ മതി. അതിൻ്റെ വ്യാഖ്യാനം മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ നിന്ന് ആലയത്തിൽ നിന്ന് ഒഴുകുന്ന നദി ജീവിപ്പിക്കും. പക്ഷേ സമുദ്രത്തിലുള്ള മത്സ്യങ്ങളെല്ലാം തുള്ളിച്ചാടത്തില്ല. അതിന് ജീവൻ കിട്ടും, അതിന് ഒഴുകുന്നതിന്. എന്നാൽ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവ് ജീവൻ മാത്രം പകരുകയല്ല, സന്തോഷിച്ച് തുള്ളത്തക്കവണ്ണം നിത്യതയെക്കുറിച്ച് ഓർക്കുവാൻ തക്കതായ വലിയ കാഴ്ചപ്പാട് നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദ നദിയാ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. വ്യത്യസ്തത മനസ്സിലാക്കി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവാത്മാവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് നിരാശയുടെ ആത്മാവിനെയല്ല, നാശത്തിൻ്റെ ആത്മാവിനെയല്ല. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ശൂന്യതയുടെ ആത്മാവിനെയല്ല നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. അത് തോടുകളായി 7 തോടുകളുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്നുള്ളത് യെശയ്യാവിൻ്റെ പ്രവചനം 11-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കതിൻ്റെ 6 ഭാഗങ്ങൾ മനസ്സിലാകും. ഇതിനു മുമ്പും ഞാൻ ഈ വിഷയം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ 7 തോടുകൾ, ഇവിടെ 7 തോടുകൾ പറഞ്ഞിട്ടില്ലെങ്കിലും എന്താണ് ക്രിസ്തുവിൽ പകർന്ന അഭിഷേകം? ആ അഭിഷേകമാണ് തോടുകളായി വ്യാപരിക്കുന്ന. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. പറഞ്ഞാൽ തോടുകൾ പോലെ ഒഴുകും, ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. എന്താണ് ജീവജലത്തിൻ്റെ നദികൾ, നദികളെന്ന് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ക്രിസ്തുവിൽ പറഞ്ഞിരിക്കുന്ന അഭിഷേകത്തെക്കുറിച്ച് നമുക്കറിയാം. യെശയ്യാവിൻ്റെ 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 6 കാര്യങ്ങളും
എഫെസ്യർക്ക് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുയേശുവിലുള്ള ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ കൂടി ആകുമ്പോഴാണ് 7 തോടുകളാണ് ഈ കൈവഴികളായിട്ട് എന്ന് സഞ്ചരിച്ചുകൊണ്ട് നമ്മെ ദൈവത്തിൻ്റെ നിവാസങ്ങളെ സന്തോഷിപ്പിക്കുന്നത്. അപ്പോൾ ആ 7 നദികൾ, ആ നദി ആത്മാവാം പരിശുദ്ധാത്മാവിൻ്റെ നദി, ആനന്ദ നദിയുടെ 7 തോടുകളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചുമാണ് ഇന്ന് രാത്രിയിൽ നമ്മെ ദൈവാത്മാവ് ഓർപ്പിച്ചുണർത്തുവാൻ പോകുന്നത്. നമുക്കറിയാവുന്ന ഭാഗമാണ്. എൻ്റെ 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. ഇങ്ങനെ പറയുമ്പോൾ 6 ആത്മാക്കളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. 1 ജ്ഞാനം, വിവേകം, 3 ആലോചന, 4 ബലം, 5 പരിജ്ഞാനം, 6 യഹോവ ഭക്തി. ഇവിടെ ക്രിസ്തുവിൽ പകർന്നിരിക്കുന്ന 6 ആത്മാവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ക്രിസ്തുവിൽ പകർന്ന അഭിഷേകമാണ് സഭയുടെ മേൽ. സഭ പറഞ്ഞു, എനിക്ക് തന്നെ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരും. അപ്പോൾ പിതാവാം ദൈവം തൻ്റെ പുത്രൻ്റെ മേൽ ആവസിപ്പിച്ചിരുന്ന അഭിഷേകം അത് ജ്ഞാനത്തിൻ്റെ ആയിരുന്നു, വിവേകത്തിൻ്റെ ആയിരുന്നു, ആലോചനയുടെ ആയിരുന്നു, ബലത്തിൻ്റെ ആയിരുന്നു, പരിജ്ഞാനത്തിൻ്റെ ആയിരുന്നു, യഹോവ ഭക്തിയുടെ ആയിരുന്നു. എന്നാൽ ദൈവസഭയുടെ മേൽ പകരുമ്പോൾ നമുക്ക് ക്രിസ്തുവിൽ പകർന്ന അഭിഷേകം, ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് കൂടിയാണ് നമ്മൾ പകർന്നിരിക്കുന്നത്. എഫെസ്യ ലേഖനത്തേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് 7ാമത് ആത്മാവായി ദൈവസഭയുടെ മേൽ പകർന്നിരിക്കുന്ന ക്രിസ്തുവിൽ പകർന്നിരിക്കുന്ന അഭിഷേകം, അത് 6 വിധ കാര്യങ്ങളെ പറയുമ്പോൾ അത് അവനിലുള്ളതാണ്. അവനെക്കുറിച്ചുള്ള വെളിപ്പാട് കൂടിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് 7 തോടുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവന്റെ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും ഹൃദയദൃഷ്ടിയപ്പോൾ ഈ ഒരു ആത്മാവിനെ കൂടിയാണ് ദൈവം തന്നിരിക്കുന്നത്. നമുക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, പുത്രനെ കുറിച്ചുള്ള ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കൂടി പുതിയ നിയമത്തിൽ നമുക്ക് ക്രിസ്തുവില്ലാതെ അവനിൽ ഉണ്ട്. അവനത് സാക്ഷാലായതുകൊണ്ട് അവനെക്കുറിച്ചുള്ള വെളിപ്പാടാണ് നമ്മൾ പറഞ്ഞപ്പോൾ ഈ തോടുകൾ എന്ന് പറയുന്ന 7 തോടുകളായി 7 ആത്മാക്കളാണ് നമ്മൾ വ്യാപരിക്കുന്നത്. അതിൻ്റെ 7 വിധ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ 1 ജ്ഞാനമുണ്ട്. നമ്മളെ ദൈവം ജ്ഞാനികളാക്കി മാറ്റി. നമുക്കറിയാം, അജ്ഞാനികളായിരുന്നു, ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു, അജ്ഞാനികളായിരുന്നു, ദൈവം ഏതെന്നറിയാതെ തപ്പിത്തടഞ്ഞ് നടന്നവരായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ സത്യദൈവത്തെ അറിയുവാനുള്ള ജ്ഞാനം, വിവേകം നമ്മളിൽ കർത്താവ് പകർന്നു തന്നു. ആ പിതാവാം ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്, സാക്ഷാൽ ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ജ്ഞാനപൂർണ്ണായിരിക്കുന്ന ക്രിസ്തു ലോകത്തിൽ വന്ന് അവൻ്റെ വിവേകത്തിലൂടെ അത് വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. അവനിൽ വ്യാപരിച്ചിരുന്നത് ജ്ഞാനം വിവേകവും അത് യേശു ക്രിസ്തു തൻ്റെ പിതാവാം ദൈവത്തെ അഥവാ സാക്ഷാൽ ദൈവത്തെ ജ്ഞാനപൂർണനായിരിക്കുന്ന ക്രിസ്തു വിവേകാത്മാവിലൂടെ വെളിപ്പെടുത്തി തന്നു. അവൻ്റെ മുമ്പിൽ ആർക്കും നിൽക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ളതായ ജ്ഞാനവും വിവേകവും അവനിൽ വ്യാപരിച്ചിരുന്നു. അത് വെളിപ്പെടുത്തി തന്നു. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പകർന്നിരിക്കുന്ന ആത്മാവും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിനെയാണ്. 3ാമത് പറഞ്ഞിരിക്കുന്നത് ആലോചനയുടെ ആത്മാവിനെ ദൈവം തന്നിട്ടുണ്ട്. ആലോചന ഈ തോട് 7 തോടുകളായി ഇത് വ്യാപരിച്ച് ദൈവത്തിൻ്റെ നിവാസത്തെ സന്തോഷിപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിലും പ്രിയപ്പെട്ടവരെ, ആലോചനയില്ലെങ്കിൽ, ജ്ഞാനമില്ലെങ്കിൽ നാം ദുഃഖിക്കേണ്ടി വരും. എന്നാൽ ദൈവം തന്നിരിക്കുന്ന ആ ജ്ഞാനത്തിനായി, ദൈവം തന്നിരിക്കുന്ന വിവേകത്തിനായി, അതെ ഇവിടെ പറഞ്ഞിരിക്കുന്ന സത്യദൈവത്തെ അറിയുവാനും ഉള്ള വിവേകം ദൈവം തന്നിരിക്കുന്നുവെന്ന് ലേഖനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ അതിൽ നിന്ന് വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നിങ്ങൾ അന്ധതമസ്സിൽ നിന്ന് അഥവാ അല്ലെങ്കിൽ മറ്റുള്ള ആരാധനകളിൽ നിന്ന് എങ്ങനെ വെളിയിൽ വന്നു എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് വിവേകം ദൈവം തന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന ജ്ഞാനവും വിവേകവും മുഖാന്തരമായി ദൈവം നമ്മളെ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ
ഈ തോട് നമ്മളെ സന്ദർശിക്കുവാനിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം അത് നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന വചനവും ദൈവത്തിൻ്റെ ആത്മാവ് നനയ്ക്കുവാനും തുടങ്ങി. ഈ ദിവസങ്ങളിൽ ആറ്റരികത്ത് നട്ടരിക്കുന്ന വിഷം പോലെ, അഥവാ ദൈവത്തിൻ്റെ തോട്ടത്തിലെ മുന്തിരിവള്ളി, സാക്ഷാൽ മുന്തിരിവള്ളി ആയിരിക്കുന്ന ക്രിസ്തു, ആ ദൈവസഭ അവൻ്റെ രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവസഭയെ നനയ്ക്കുന്നത് ഈ 7 തോടുകളാണ്. പരിശുദ്ധാത്മാവാകുന്ന 7 തോടുകൾ ഇതിനെ നനച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതിൽ വസിക്കുന്ന കൊമ്പുകളാകുന്ന നമുക്ക് സന്തോഷമുള്ളത്. രാത്രി കരമുയർത്തി സ്തോത്രം ചെയ്യണം. പരിശുദ്ധാത്മാവ് നനച്ചുകൊണ്ടിരിക്കുന്ന 7 വിധ തോടുകളായി നിരന്തരമായി എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കുന്ന തോട്ടമാണ് ദൈവത്തിൻ്റെ സഭ. ഒരിക്കലും അത് വറ്റിപ്പോകാത്ത ഉറവയായി പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ലോകത്തിൽ സന്തോഷമുള്ളൊരു കൂട്ടരുള്ളത്. കാരണം ക്രിസ്തുവിൽ വസിക്കുന്ന കൊമ്പുകൾക്ക് എപ്പോഴും ഈ 7 വിധ നനവുകളും കിട്ടുന്നുണ്ട്. അവർക്ക് ജ്ഞാനമുണ്ട്, വിവേകമുണ്ട്, അവർക്ക് ആലോചനയുണ്ട്, ബലമുണ്ട്, പരിജ്ഞാനമുണ്ട്, യഹോവ ഭക്തിയുണ്ട്, അവർക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുണ്ട്. രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുന്ന നമുക്കിതുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഇല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ അവൻ്റെ കൊമ്പുകളായി തീരണം. അപ്പോൾ യെശയ്യാവിൻ്റെ കൊമ്പിൽ ഒരു കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. വേരായിരിക്കുന്ന ക്രിസ്തു അതിനെ വെളിപ്പെടുത്തി അവനത് കൊമ്പായി വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനിൽ കായ്ക്കുന്ന കൊമ്പുകളായി തീർന്നു കഴിയുവാൻ വേണ്ടി, അതിനെ നനച്ചെടുക്കാൻ വേണ്ടിയാ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ മറ്റുള്ളവർക്കത് മനസ്സിലാകത്തില്ല. അവർ വിചാരിക്കും ഇവർ കിടന്ന് തുള്ളുന്നവരാണെന്ന്. പക്ഷേ തുള്ളാതിരിക്കാൻ കഴിയത്തില്ല. കാരണം നാം പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിൽ പ്രകമ്പനമുണ്ടാകുമെന്നാ പറയും. അവർ ഒരുമിച്ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കുലുക്കമുണ്ടായെങ്കിൽ ഇത് കുലുക്കുന്ന ശക്തി തന്നെയാണ്. കാരണം നമ്മളെ കുലുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പാരമ്പര്യ ശക്തികളുണ്ട്, പൈശാചിക പോരുകളുണ്ട്. എന്നാൽ ദൈവം പറഞ്ഞിരിക്കുന്നു നാം കുലുങ്ങി പോകുകയില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മെ കുലുക്കുവാൻ ശ്രമിക്കുന്ന പൈശാചിക ആധിപത്യങ്ങളെ കുലുക്കി മാറ്റുവാനുള്ള ശക്തിയാണ് ദൈവാത്മാവിൽ നമ്മളിൽ പകർന്നിരിക്കുന്ന ബലത്തിന്റെ ശക്തിയായി വ്യാപരിക്കുന്നത്. 1-2 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ ദൈവ തെളിവിലൂടെ വെളിപ്പെടുത്തി സന്ദേശം അവസാനിപ്പിക്കാം. 7 വിധ തോടുകളെ കുറിച്ചുള്ള മുഴുവൻ വിശദീകരണം നൽകുവാൻ ഞാനിന്ന് രാത്രിയിൽ സാവകാശം എടുക്കുന്നില്ല. എന്നാൽ പ്രധാനമായിട്ടുള്ള 1-2 വിഷയങ്ങളെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് എങ്ങനെയാണ് അത് ആനന്ദം പകരുന്നുള്ളത് കൂടി വെളിപ്പെടുത്തി ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാം. കാരണം അത് തെളിവോടുകൂടി വെളിപ്പെടുത്തിയെങ്കിലേ നമുക്ക് അതിൻ്റെ ഉറപ്പ് വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയിലാണല്ലോ പരിശുദ്ധാത്മാവ് നദിയായി പുറപ്പെട്ടൊഴുകിയത്. അത് 7 കൈവഴികളായിട്ട് തോട്ടത്തെ അവിടെ നനയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ വ്യാപരിക്കാൻ തുടങ്ങിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വാസനയായിരുന്നു. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആലോചനയുടെയും അങ്ങനെ ദൈവാത്മാവ് പറഞ്ഞ് ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ബലം, ഇതെല്ലാം വ്യാപരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ അതിൻ്റെ ആ നനവേറ്റവർക്കുണ്ടായ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യം. ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർന്നുവ. ഈ സഭയെന്ന് പറയുമ്പോൾ ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും ഉള്ളവരോടുകൂടെ ചേർക്കുവാൻ തുടങ്ങിയത്. ഇതാണ് ദൈവസഭ. ദൈവസഭ എന്ന് പറയുമ്പോൾ ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും ഉള്ളവരുടെ കൂട്ടമാണ് ദൈവസഭ. ഈ ആനന്ദതൈലത്തിന്റെ അഭിഷേകം വ്യാപരിച്ചു കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നത് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി കൂട്ടായ്മയുണ്ടാകും. അപ്പം നുറുക്കുന്ന പ്രാർത്ഥന ഒരുമിച്ച് കഴിക്കുന്ന ബന്ധത്തിലാണെങ്കിൽ നമുക്ക് കൂട്ടായ്മയുള്ളത്. അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോരുമ്പോൾ ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്യുന്നു. ഉല്ലാസവും ഹൃദയപരമാർത്ഥയും കൂടി അപ്പം കഴിക്കണം. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. അതുവരെയും അങ്ങനെ ഒരു അനുഭവം അവിടെ ഇല്ലായിരുന്നു, അത് മാറിപ്പോയായിരുന്നു. എന്നാൽ ഈ ആനന്ദത്തിന്റെ നദി ഒഴുകാൻ തുടങ്ങിയപ്പോൾ അവിടെ അനേകരെ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ജീവിതത്തിൽ ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും ഉണ്ടായി. ഭക്ഷണം കഴിക്കുന്ന, സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് അവരെ കൊണ്ടുവന്നു എന്ന് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ
കൈവഴിയായി ആത്മാവിൻ്റെ കൈവഴിയായിരിക്കുന്ന ബലം പകരുന്നതിനെക്കുറിച്ച് അതിൻ്റെ 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ കൈവഴി ദൈവത്തിൻ്റെ ആനന്ദ നദിയാകുന്ന ദൈവത്തിൻ്റെ ആത്മാവാം നദിയുടെ ഒരു കൈവഴി അത് ബലത്തിൻ്റെതാണ്. അതേക്കുറിച്ചാണ് 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ബലഹീനായിരിക്കുന്ന ഒരുവൻ, അവൻ ഒട്ടും എഴുന്നേറ്റ് നടന്നിട്ടില്ല, അവൻ ഒരിക്കലും ഒന്ന് സന്തോഷിച്ചിട്ടില്ല, ഒന്ന് ആനന്ദിച്ചിട്ടില്ല. അവൻ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിട്ടവൻ, ബലമില്ലാത്തവനായിട്ട്, അവൻ ബലഹീനനായിട്ടാണ് ഉദരത്തിൽ തന്നെ ജനിക്കപ്പെട്ടത്. ഞാൻ പറയുന്നത് അവിടെ മുതൽ അവൻ്റെ ബലഹീനതയുണ്ടായിരുന്നു. എന്നാൽ അവനെ കൊണ്ടുവന്ന് വെച്ച് ഭിക്ഷയാചിക്കുന്ന ദൈവത്തിൻ്റെ അവിടുത്തെ ആലയത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവയ്ക്കുമായിരുന്നു. പക്ഷേ അവിടുന്ന് ഒരു നദി പുറപ്പെട്ടിരുന്നില്ല. ആ നിവാസത്തിൽ നിന്ന് അങ്ങനെ ഒരു നദി പുറപ്പെട്ടിരുന്നില്ല, സൗഖ്യമാക്കിയിരുന്നില്ല. ഇവൻ ബലഹീനനായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ നിവാസമായി തീർന്ന, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന 2 ദൈവത്തിൻ്റെ ദാസന്മാർ പത്രോസും യോഹന്നാനും കൂടി അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരിൽ വ്യാപരിച്ചിരുന്ന ആനന്ദത്തിൻ്റെ അഭിഷേകത്തിൻ്റെ തോടുകളിൽ ഒന്നായിരുന്ന ആ ബലത്തിൻ്റെ കൈവഴി അവിടെ വ്യാപരിപ്പാനായിട്ടിടയാത്തീർന്നു. അവർ ആത്മപൂർണരായി പരിശുദ്ധാത്മാവുള്ളവരായി അവിടേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ നിവാസങ്ങളായിരുന്ന അവരിൽ നിന്ന് ഒഴുകിയത് ദൈവത്തിൻ്റെ ബലത്തിൻ്റെ ശക്തിയായിരുന്നു. ഇവനെ ബലഹീനനായിട്ട് ഇവൻ അവിടെ ഇരിക്കുക, പാരമ്പര്യത്തിൻ്റെ ആ ആലയത്തിൻ്റെ മുമ്പിൽ ഇരിക്കുക. അവിടുന്ന് പല ദിവസങ്ങളായിട്ടിരുന്നിട്ടും അവനൊരു മാറ്റം വന്നില്ല. എന്നാൽ ദേവാലയ ഗോപുരത്തെങ്കിൽ ദിനം പ്രതി ഇരുത്തുമാറാണ്ട് അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. ഇവര് ആ ആലയത്തിലേക്ക് കടന്നു ചെല്ലാൻ പോവുക. പക്ഷെ ഇവിടെ ഇരിക്കുന്ന അവനെ കണ്ടിട്ട് അവർ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവന്റെ വലങ്കൈ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ ദൈവത്തിന്റെ ബലം വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ, അവിടെ ആനന്ദ നദി ഒഴുകിയപ്പോൾ, ദൈവത്തിന്റെ നിവാസങ്ങളായിരുന്ന പത്രോസും യോഹന്നാനും കൂടി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവരിൽ നിന്ന് ഒഴുകിയ തോടുപോലെയുള്ള ബലത്തിന്റെ ശക്തി അവിടെ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ അതുവരെ മൗനമായിട്ടിരുന്ന, ചലിക്കാതിരുന്ന, നടക്കാതിരുന്ന, ഒരിക്കലും തുള്ളിച്ചാടാതിരുന്ന, സന്തോഷമില്ലാതിരുന്ന അവന്റെ മേൽ ദൈവത്തിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റ് സന്തോഷത്തോടെ ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് ദൈവത്തിന് മഹത്വം കരേറ്റിക്കൊണ്ട് അവരോട് കൂടെ ഈ ബലം പ്രാപിച്ചവനും ആലയത്തിൽ കടന്നു. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു കഴിയുമ്പോൾ, ഈ നദി ഒഴുകി കഴിയുമ്പോൾ ബലഹീനതകളെ മാറ്റും. ഇന്ന് രാത്രിയിലും ദൈവാത്മാവിന്റെ ബലത്തിന്റെ ശക്തി അത് തോടുപോലെ വ്യാപരിച്ചു കഴിയുമ്പോൾ, അതെ, ഇതുവരെയും നടക്കാത്തത്, ഗർഭം മുതൽ രോഗിയായിരിക്കുന്നത്, മാറ്റമില്ലാത്തത്, സന്തോഷിക്കാൻ കഴിയാതിരുന്നതിനെ അതിനെ ചലിപ്പിച്ച് എഴുന്നേൽപ്പിക്കുവാൻ ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിക്കുവാൻ ഇടയാത്തീർന്നു. ഒരു പറയുകയാണ്, ഈ ബലം നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാ എന്നാ വിചാരിക്കുന്നത്? ഭക്തി കൊണ്ടോ ഞങ്ങൾ നടക്കുമാറാക്കിയെന്ന് നിങ്ങൾ വിചാരിക്കുമെന്ന് വേണ്ട. ഇങ്ങനെ ഇരുന്നവന് ബലം പ്രാപിപ്പാൻ, അതിൻ്റെ 16-ാമത്തെ വാക്യം, അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. ഇവിടെ പറയുകയാണ്, ഇവൻ ബലഹീനനായിരുന്നു. അപ്പോൾ ആനന്ദ നദിയായിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൈവഴികളായിരിക്കുന്ന
7 കൈവഴികളിലെ ഒരു കൈവഴി ആയിരിക്കുന്ന ബലത്തിൻ്റെ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ അന്നുവരെ ബലഹീനായിരിക്കുന്ന, ചലിക്കാൻ കഴിയാതെ, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതിരുന്ന, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്നവൻ ഒരിക്കലും അവൻ്റെ മുട്ടുകൾ നിവർന്നിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ നിവാസങ്ങളായി ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന 2 ദൈവത്തിൻ്റെ ഭൃത്യന്മാർ അവിടേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ അവരിലൂടെയുള്ള യേശു ക്രിസ്തു എന്ന വചനത്തിൻ്റെ ശക്തി അത് ബലമായി വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ ബലഹീനൻ ആയവനെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ബലം വ്യാപരിക്കുവാനിട അർത്ഥം ജ്ഞാനത നദിയുടെ കൈവഴിയായിരിക്കുന്ന ബലത്തിൻ്റെ കൈവഴി ഇവനിലേക്ക് വ്യാപരിപ്പാൻ ഇടയാത്തിരുന്നപ്പോൾ ഇവനെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നവനായി, ഇവനും അഭിഷേകത്തിന് നിറവിൽ ദൈവത്തെ മഹത്വം എന്ന് പറഞ്ഞാൽ അവനും ശക്തിയുള്ളവനായി തീർന്നു എന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ അവനിൽ വ്യാപരിച്ചത് ബലത്തിൻ്റെ ശക്തിയാണ്. പിന്നീട് ഞാൻ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോടെ അംഗമായി തീർന്നിട്ടുണ്ട്. അവൻ്റെ മേൽ ആനന്ദത്തിന് അഭിഷേകം പകരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ പുറകെ പോയത്. അവർ കൂട്ടത്തിൽ പോയെങ്കിൽ നിശ്ചയമായിട്ടും അവനും ദൈവസഭയുടെ അംഗമായി തീർന്നിട്ടുണ്ട്. ബലഹീനരെ ബലമുള്ളവരാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവിൽ വ്യാപരിക്കുന്ന ഒരു ഭാഗം. അപ്പോൾ ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം മുഖാന്തരമായി ജ്ഞാനമുണ്ടാകും, വിവേകമുണ്ടാകും, ആലോചനയുണ്ടാകും. രാത്രിയിലും ആലോചിക്കുവാൻ കഴിയാതെ ആരാലോചിക്കും, എങ്ങനെ ആലോചിക്കുമെന്ന് ആലോചനയറ്റവരായി ഒരു ആലോചനയും ഇല്ലാതിരിക്കുന്നവരാരെങ്കിലും ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആലോചന നൽകുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദത്തിൻ്റെ നദി നമ്മുടെ ഇടയിലുണ്ട്. അവൻ നമ്മുടെ മേൽ വ്യാപരിച്ചു കഴിയുമ്പോൾ ആലോചനയുണ്ടാകുവാൻ, തീരുമാനമെടുക്കുവാനുള്ള കഴിവ് നമുക്ക് നൽകുവാൻ ദൈവാത്മാവ് സഹായിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ നദി, ഒരു നദിയുണ്ട്. ദൈവത്തിൻ്റെ നഗരത്തെ, അവരുടെ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് മറ്റാരെയുമല്ല സന്തോഷിപ്പിക്കുന്നത്. ദൈവത്തിനടുക്കിലേക്ക് അടുത്ത് വരുന്ന ജീവനുള്ള കല്ലുകളാകുന്ന നമ്മയാണ് സന്തോഷിപ്പിക്കുന്നത്. രാത്രിയിലും നമ്മുടെ ബലഹീനതകളെ മാറ്റി നമ്മെ സന്തോഷിപ്പിക്കുന്ന, തുള്ളിച്ചാടുന്ന, ബലം പകരുന്ന ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആത്മാവിൽ നിന്ന് രാത്രിയിൽ ഈ ദൈവ സന്ദേശം കേൾക്കുമ്പോൾ ബലഹീനരായിരിക്കുന്ന നമ്മുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ അവിടെ വ്യാപരിച്ചതുപോലുള്ള ശക്തി വ്യാപരിക്കുവാൻ ബലം പ്രാപിച്ച് എഴുന്നേൽക്കോടെ എത്തുന്നു. അവൻ്റെ കരം പിടിച്ച് പത്രോസ് എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവനെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ 4 കാലും നരിയാണിയും ഉറച്ചു. അതുവരെ ഉറയ്ക്കാതിരുന്നത് ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ബലം വ്യാപരിച്ചു കഴിഞ്ഞാൽ, ഈ ആനന്ദ നദി വ്യാപരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗമായിരിക്കുന്ന, ഒരു തോടായിരിക്കുന്ന ബലത്തിൻ്റെ ആ തോട് നമ്മളിൽ മേൽ വ്യാപരിച്ചിട്ടല്ലേ നാം ബലമുള്ളവരായി നിൽക്കുന്നത്? അങ്ങനെയല്ലേ നമ്മളെ സമ്പൂർണ്ണമാക്കി നിൽക്കുന്നത്? നമ്മുടെ പുറമേയും അകമേയുള്ള ബലഹീനത മാറ്റി നമ്മെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാൻ നദിയുടെ തോടിനായി, ബലത്തിൻ്റെ തോടിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. ആലോചനയുടെ തോടുകൾ അത് വ്യാപരിക്കുന്നുണ്ട്. ആലോചന നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. നമ്മളാണ് ആലോചന പ്രാപിച്ചവർ. നമ്മൾ ജ്ഞാനമുള്ളവരാ, വിവേകം ലഭിച്ചവരാ. ലോകത്തിന് മുമ്പിൽ നാം അജ്ഞാനികളാണ്, ലോകത്തിന് മുമ്പിൽ വിവേകഹീനരാണ്, ലോകത്തിന് മുമ്പിൽ ബലഹീനരാണ്. എന്നാൽ ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് ആലോചനകളില്ലാത്തവരാ, ലോകപ്രകാരം ഒന്നുമില്ലാത്തവരാ. എന്നാൽ വചനപ്രകാരം നാം നോക്കുമ്പോൾ നാം എല്ലാം ഉള്ളവർ. ശക്തി. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് വെള്ളിയും പൊന്നുമൊന്നുമില്ല. വെള്ളിയും പൊന്നുമൊന്നുമില്ല. നിനക്കാവശ്യം ഈ ചില്ലറ തൊട്ടുകൾ നീ നോക്കിയിരിക്കുക. പത്രോസ് പറഞ്ഞു, ഞങ്ങൾക്കതില്ല, ലോകപ്രകാരമുള്ളതില്ല. എന്നാൽ ലോകപ്രകാരം ഇല്ലാത്തത് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ദൈവത്തിൻ്റെ നിവാസങ്ങളായി ദൈവം അവിടെ മേൽ പകർന്ന ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകമായിരുന്നു. ആ ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകമുള്ള പ്രിയപ്പെട്ടവർ എവിടെ ചെന്നാലും ആ അഭിഷേകം മറ്റുള്ളവരുടെ വിടുതലായി
അത് പരിണമിക്കുവാൻ ഇടയാത്തരും. വിശ്വസിക്കുന്നവരുടെ മേൽ ആ അഭിഷേകം വ്യാപരിച്ചു കഴിയുമ്പോൾ, ആ വചനം വ്യാപരിച്ചു കഴിയുമ്പോൾ, അത് വിടുതലായി ദൈവത്തിന്റെ ആത്മാവിടെ വ്യാപരിക്കുവാൻ എന്നാണ് ഈ സന്ദർഭം കാണിക്കുന്നത്. അവനെ ഉറ്റുനോക്കിയപ്പോൾ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ പൗലോസ് ഇല്ലായ്മയാ പറഞ്ഞത്. എന്താ പറഞ്ഞതെന്നറിയാവോ? ഞങ്ങൾക്ക് ഇതില്ല, വെള്ളിയും പൊന്നുമില്ല, നീ ആഗ്രഹിക്കുന്നതില്ല, പക്ഷേ ഒന്ന് ഞങ്ങൾക്കുള്ളത് നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ആനന്ദ നദിയുടെ ബലത്തിന്റെ ശക്തി നിലമേൽ പകരപ്പെടും, നീ എഴുന്നേൽക്കും എന്നുള്ളതാണ് അവനോട് പറഞ്ഞത്. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നമുക്കും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. ലോകപ്രകാരം നമുക്കും കൈവശം ഒന്നും കാണത്തില്ലെങ്കിലും നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ഒരു അഭിഷേകമില്ലേ, അത് ജീവിതങ്ങളുടെ ബലം പകരുന്നതാ. നമ്മുടെ ഒരു വാക്കുകൊണ്ട് ജീവിതങ്ങളെ ബലപ്പെടുത്തുവാൻ കഴിയും. ഒരൊറ്റ വാക്കുകൊണ്ട് അവിടെ ഇരുന്ന ആ അമ്മയുടെ ഉദരം മുതൽ അവൻ മുടന്തനായി പോയെങ്കിൽ ഒരൊറ്റ വാക്കുകൊണ്ട്, അവരുടെ ദൈവകൃപയുടെ ഒറ്റ വാക്കുകൊണ്ട് അവന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി ബലമുണ്ടാകുവാൻ ഇടയാത്തീർന്നു. പറഞ്ഞത് അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങൾ എല്ലാവരും കാണുക ആരോഗ്യം വരുത്തുവാൻ ഹേതുവായി തീർന്നു. ബലം പകർന്നെന്ന ഈ നദിയാണ് നമ്മുടെ ആരാധനയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങളും കൂടി വന്നു കഴിയുമ്പോൾ ഈ വചനത്തിന്റെ ശക്തിയും ഇതും വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിലും ബലം നൽകുന്ന ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. അപ്പോൾ 7 തോടുകളായി ഇത് യെരൂശലേമിൽ നിന്ന് ഒഴുകുവാൻ തുടങ്ങി. അത് എല്ലാ സ്ഥലങ്ങളിലേക്ക് വ്യാപരിപ്പാനിടയായി വന്നു. ഇത് ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും ഒഴുകിയെത്തുമ്പോൾ അവിടെ ആനന്ദമുണ്ടാകും, സന്തോഷമുണ്ടാകും, ബലമുണ്ടാകും, ശക്തി വ്യാപരിക്കും, വിവേകമുണ്ടാകും, ജ്ഞാനമുണ്ടാകും. അങ്ങനെ ഒരു കൂട്ടം ജനതയാണ് ദൈവസഭ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാഴ്ചപ്പാട് ക്രിസ്തുയേശുവിന്റെ വചനത്തിലും അവന്റെ ആത്മാവിലുമുള്ള ബലമാണ് നമുക്കാവശ്യം. നാം ഒരിക്കലും ഇത് ഉപേക്ഷിച്ച് മറ്റൊരു കാര്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവ് കാണിച്ച മാതൃക പ്രകാരം മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ. ഒരുപക്ഷെ പലതിനും പിന്നാലെ പോകുവാനായിട്ട് പറയുമ്പോൾ നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ നേതൃത്വങ്ങൾക്കൊക്കെയും ക്രിസ്തുവിൽ ആശവിപ്പാനും പരിശുദ്ധാത്മാവിൽ ജീവിപ്പാനുമുള്ള കൃപ നൽകപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞത് സാരം മനസ്സാൻ വിചാരിക്കുന്നല്ലോ. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു, പെന്തക്കോസ്തുകാർ കൊടി പിടിക്കുമെന്ന്, അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന്. എന്താണ് ആനന്ദതൈലത്തിന് അഭിഷേകം എന്നുള്ളത് അറിയാതെ അതിൻ്റെ ശക്തി കെട്ടുപോകുന്നൊരു കാലഘട്ടം എത്തിയിരിക്കുന്നു. ദിവസങ്ങളിൽ എനിക്ക് പ്രിയപ്പെട്ടവരെ, ഒരു MLA MP വേണ്ട എന്നെ പ്രതിനിധീകരിക്കാൻ വേണ്ടി. എന്നാൽ എനിക്ക് ആവശ്യമായിട്ടുള്ളത് ദൈവകൃപയാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. അതാണ് ഈ കാലഘട്ടങ്ങളിൽ ആവശ്യം. 1-ാം നൂറ്റാണ്ട് അതായിരുന്നു ആവശ്യമായിരുന്നത്. യേശു ക്രിസ്തുവിനെ രാജാവാക്കാൻ വേണ്ടി പിടിക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചു. യേശുവിനെ രാജാവാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ യേശു പറഞ്ഞു, എനിക്ക് രാജാവാകേണ്ട, നിങ്ങളെല്ലാം കൂടിയല്ല എന്നെ രാജാവാക്കേണ്ടത്, ഞാൻ രാജാവായിട്ട് വരും. നാം ഇവിടെ ഭരിക്കാൻ വരും. എന്നാൽ ഇപ്പോഴല്ല, ഈ ലോകത്തിലല്ല, ഈ സമയത്തല്ല നാം ഭരിക്കുന്നത്. നാം അവനോടുകൂടെ ഭരിക്കാൻ വരുന്നൊരു കാലമുണ്ട്. അത് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ അവൻ മഹാരാജാവ് വരുമ്പോൾ അവനോടുകൂടെ രാജ്ഞിയായി ലോകത്തെ, ഭൂമിയെ ഭരിക്കുവാൻ വേണ്ടി ദൈവസഭ ഇറങ്ങി വരും. അതിനു മുമ്പൊരു ഭരണം നമുക്ക് വേണ്ട, നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്കാവശ്യം ആനന്ദ തൈലം കൊണ്ടുള്ള അഭിഷേകമാണ്. രാത്രി നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു നദിയുണ്ട്. അത് പരിശുദ്ധാത്മാവാകുന്ന ആനന്ദ നദിയാണ്. ആ നദി ഒഴുകുമ്പോൾ അതിൻ്റെ ശക്തി എത്ര വലുതാണ്!
അത് ചേരുന്ന സ്ഥലങ്ങൾ, അത് വന്നെത്തിയ സ്ഥലങ്ങളൊക്കെയും മനുഷ്യർ ആനന്ദമുള്ളവരായി തീർന്നു, ഉല്ലാസമുള്ളവരായി തീർന്നു. ഇന്ന് രാത്രിയിലും ആ സന്ദേശം, ആത്മാവിന്റെ സന്ദേശം നമ്മെ ബലപ്പെടുത്തുകയാണ്, നമ്മെ ശക്തീകരിക്കുകയാണ്, നമ്മളെ ബലമുള്ളവരാക്കി മാറ്റുകയാണ്. ഇന്ന് രാത്രി എല്ലാവരും കൂടി ഒരുമിച്ച് പറയാൻ സാധിക്കുമോ? ഒരു നദിയുണ്ട്, അതാണ് ഞങ്ങളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തോടുകൾ ഞങ്ങളുടെ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ഞങ്ങളാണ് ദൈവത്തിന്റെ നിവാസങ്ങൾ, ദൈവജനമാണ് നിവാസങ്ങൾ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സന്തോഷിപ്പിക്കുന്നു. ഏത് തോടാണോ, ഏത് കൈവഴിയാണോ നമുക്ക് ആവശ്യമായിരിക്കുന്നത്, അത് നമ്മളുമേൽ വ്യാപരിക്കുകയാണ്. ജ്ഞാനമാണോ ആവശ്യമായിരിക്കേണ്ടത്, വിവേകമാണോ, ഇതെല്ലാം കൂടി നമുക്ക് തന്ന് നമ്മെ സന്തോഷമുള്ളവരാക്കി നിർത്തി നമ്മെ ആനന്ദത്തോടെ ദൈവത്തിന്റെ സന്നിധി നിർത്താൻ വേണ്ടി ഈ പരിശുദ്ധാത്മാവാകുന്ന ആനന്ദത്തിന്റെ നദി നമ്മളിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനപ്പുറമായിട്ട് നമുക്കിനി എന്താണ് വേണ്ടിയത്? എനിക്കൊന്നും വേണ്ട പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും മാത്രം മതി എന്ന് പറയുവാൻ ഇന്ന് രാത്രി കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അവന്റെ ആലോചന നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. ആ പരിശുദ്ധാത്മാവിന്റെ ആലോചന നമുക്കുണ്ടാകും. പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം, പരിശുദ്ധാത്മാവിന്റെ വിവേകം, പരിശുദ്ധാത്മാവിന്റെ ബലം, പരിശുദ്ധാത്മാവിന്റെ യഹോവ ഭക്തി നമ്മളിൽ പകരുവാൻ, ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടോടുകൂടി ദിവസങ്ങളിൽ ദൈവസഭ ശക്തമായി തീരുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. ബലമില്ലാത്തവർക്ക് ബലം പകരുന്ന ദൈവശക്തിക്കായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുക. അതുവരെയും യേശു ക്രിസ്തു അത് വെളിപ്പെടുത്തുവാനിടയെ തീർന്നു. അവൻ കടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം നിരാശരായിരുന്നവർ തുള്ളിച്ചാടുവാൻ തുടങ്ങി. മരിച്ചു കിടന്ന ലാസർ എഴുന്നേറ്റ് അവൻ ബലം പ്രാപിച്ചു, ജീവൻ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയെ തീർന്നു. അങ്ങനെ ക്രിസ്തു ഈ ലോകത്തുനിന്ന് അത്ഭുതങ്ങൾ ചെയ്ത്, അടയാളങ്ങൾ ചെയ്ത് ദൈവരാജ്യത്തെ വെളിപ്പെടുത്തി അവൻ പോയ ശേഷമായി 40 ദിവസം പ്രത്യക്ഷപ്പെട്ടു. 50 ദിവസം വരെ ഇവിടെ ഒരു ഇടവേളയായിരുന്നു. അതുവരെയും അടയാളങ്ങളൊന്നും നടക്കാതെ യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്ത് പോയ ശേഷമായി 50-ാമത്തെ ദിവസം ഇറങ്ങി വന്ന് വ്യാപരിച്ചു തുടങ്ങിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആനന്ദത്തിന്റെ നദി ഇന്ന് രാത്രിയിൽ കൈവഴികളായി പിരിഞ്ഞ്, തോടുകളായി പിരിഞ്ഞ് ദൈവത്തിന്റെ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. അഥവാ നമ്മെ ഓരോരുത്തരെയും സന്തോഷിപ്പിച്ച് ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് എടുക്കുവാൻ വേണ്ടി ദൈവാത്മാവ് നമ്മെ നനച്ചുകൊണ്ടിരിക്കുന്ന, ഫലം കായ്ക്കുന്ന അനുഭവം നൽകി നമ്മെ ഒരുക്കിയെടുത്ത് ദിവസങ്ങളിൽ അപൂർണതയിലേക്ക് എത്തിക്കുവാൻ പോകുന്നതിനായി രാത്രി ഞാൻ സ്തോത്രം ചെയ്തുകൊണ്ട് ഞാൻ ഈ സന്ദേശത്തോടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് രാത്രിയിൽ ആവശ്യമായിരിക്കേണ്ടത്, നാം സന്തോഷമുള്ളത്, നമുക്ക് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചു അവർക്കുണ്ടായാലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തെ തന്നിരിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന സന്തോഷം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. നീ ദുഷ്ടതയെ ദേക്ഷിച്ച് നീതിയെ ഇഷ്ടപ്പെടുകൊണ്ട് നിന്റെ ദൈവം തന്നെ നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. രാത്രി കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നീതിയെ ഇഷ്ടപ്പെട്ട് അനീതി വിട്ടകന്ന് ദിവസങ്ങളിൽ നാം ദൈവത്തിന് പ്രസാദമുള്ളതായി തീർന്നുകൊണ്ട് ഈ നദി നമ്മളെ മേൽ ഒഴുകി ദിവസങ്ങൾ കൈവഴികളായി അത് നമ്മെ ചുറ്റി ദിവസങ്ങളിൽ അധികമായി ഫലം കായ്ച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ആ സന്തോഷ പരിപൂർണതയിലേക്ക് എടുക്കപ്പെടുവാൻ ദൈവത്തിന്റെ നദി നമ്മളെ പരിപോഷിപ്പിക്കുന്ന നനവിനായി രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തിന്റെ പ്രാരംഭ മാസത്തിൽ തന്നെ ദൈവാത്മാവ് നമ്മെ അതിശക്തമായി നമ്മെ നനച്ചെടുക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരൊറ്റ ജീവിതം പോലും നനയപ്പെടാതെ പോകരുത്, ഫലം കായ്ക്കാതെ പോകരുത്. ഇത് കൈവഴികളായി ചുറ്റി ദിവസങ്ങളിൽ നമ്മെ നനച്ചെടുത്ത് ഫലപുഷ്ടമാക്കി തീർത്ത് നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെയാക്കി ദൈവത്തിന്റെ സഭ നനഞ്ഞു നിൽക്കുമ്പോൾ അതിൽ അനുഭവിക്കാൻ ആത്മീയ ആ കൃപകൾ പ്രാപിക്കാൻ വേണ്ടി നമുക്ക് ദിവസം ഉയരത്തിലേക്ക് നോക്കാം. ഭൗതികമായ രീതിയിലേക്ക് കണ്ണുകൾ നോക്കാതെ ക്രിസ്തുവിലെ മുഖത്തേക്ക് നോക്കിയ ദിവസങ്ങളിൽ ബലം പ്രാപിച്ചു മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൂത് കൈമാറുന്നു. രാത്രി ദൈവം ബലം പകർന്നതിനായി സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് ജ്ഞാനത്തിനായി സ്തോത്രം ചെയ്യാം. ദൈവം തന്നിരിക്കുന്ന വിവേകത്തിനായി സ്തോത്രം ചെയ്യാം. ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യാം. ബലത്തിനായി സ്തോത്രം ചെയ്യാം. ദൈവം തന്നിരിക്കുന്ന യഹോഭക്തിക്കായി, വിവേകത്തിനായി, ക്രിസ്തു യേശുവിനെ കുറിച്ച് വെളിപ്പാടിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അതിന് അത്യുന്നത നിവാസത്തിനെ സന്തോഷിപ്പിക്കുന്ന വചനപ്രകാരം ദിവസങ്ങളിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന
എല്ലാ ആ കൈവഴികൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസ്ഥനിൽ പരിപൂർണമായി എത്തിച്ചേരുവാൻ, ദിവസങ്ങൾ ഒരുക്കപ്പെടുന്നവരെ ചേർക്കുവാൻ യേശു കർത്താവ് വരുമ്പോൾ ആനന്ദത്തിന്റെ സന്തോഷ പരിപൂർണതയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ദിവസങ്ങളിൽ ഫലമുള്ള കൊമ്പുകളായി നമുക്ക് ദിവസങ്ങളിൽ നനവ് പൂർണ്ണമായും പ്രാപിച്ചുകൊണ്ട് വളരുവാൻ ഈ വർഷത്തിന്റെ പ്രഥമ രാത്രി പ്രാർത്ഥന ഇടയാകട്ടെ. നാം സന്തോഷമുള്ളവരായി ആനന്ദമുള്ളവരാറ്റണം. എല്ലാ ദുഃഖങ്ങളും നെടുവീർപ്പും ഓടിപ്പോകും. ദൈവം എന്ന് പറയുന്ന ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകുമെന്ന ഈ നദി ഒഴുകിച്ച് വരുമ്പോൾ, നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ, നമ്മളിൽ ഉണ്ടായിരുന്ന ദുഃഖവും നെടുവീർപ്പും ഒഴുകിപ്പോയി ദൈവം നമുക്ക് നിത്യതയുടെ സന്തോഷത്തിനായി, നിത്യതയുടെ സമാധാനത്തിനായി, നിത്യതയുടെ സൗഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. രാത്രിയിൽ എല്ലാ കരങ്ങളും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ആരും നിരാശയോടെ ഈ രാത്രിയിലായിരിക്കാൻ പാടില്ല. ഒരു ദിവസം പോലും നിരാശപ്പെട്ടിരിക്കരുത്. കർത്തൃവിൽ ആശ്രയിച്ച് പ്രത്യാശയോടെ ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശ്രമം നമ്മെ നനച്ചെടുക്കട്ടെ. ഈ ദിവസങ്ങളിൽ വളരുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നു. അവൻ കൽപ്പിച്ചിരിക്കുന്ന പോലെ തന്നെ സംഭവിക്കും. അവന് വരവേണ്ടി ഒരുക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.